പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഹല്ലേലൂയ സെപ്റ്റംബർ മാസം 16 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവ് നമുക്ക് തന്നു. കർത്താവിൻ്റെ കൈ പിടിച്ച് നമ്മളെ നടത്തി, കർത്താവിൻ്റെ കരം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവ് നമ്മളെ താങ്ങി നിർത്തി, കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തി, കർത്താവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തന്നു. എല്ലാത്തിനും നമ്മുടെ അപ്പയ്ക്ക് സ്തോത്രം ചെയ്യാം. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളെ ആമേൻ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 77 സങ്കീർത്തനത്തെ പറയുന്നു, അതിൻ്റെ 10ാമത്തെ വാക്യം, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, കർത്താവ് ഹൃദയപരമാർത്ഥികൾ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. 17ാമത്തെ വാക്യം, ഞാൻ യഹോവയായ കർത്താവിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അവൻ അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞാട്ടെ. അവൻ ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. തിരുവഴുത്തിൽ പറഞ്ഞു, അങ്ങിലേക്ക് നോക്കി എല്ലാവരെയും അങ്ങ് പ്രകാശിപ്പിച്ചു, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ മുഖം പ്രകാശിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം ചെയ്തു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി സ്ഥലങ്ങളെ, ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ഗ്ലോറി കാണുവാൻ ഇന്ന് പകൽക്കാലം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന തലവേദന, തലകറക്കം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭർഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ, സ്വസ്ഥമാകട്ടെ, സ്വസ്ഥമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ബലഹീനതകൾ, വീക്ക്നെസ്സുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സൗഖ്യം വ്യാപരിക്കട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടി ചാടി എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആ ദുഷ്ടവ്യാപാരങ്ങൾ വിട്ടുപോട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമായി ഉറങ്ങാനുള്ള കൃപയുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ വിടുവിക്കണം. ലീഗലായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ അതിനകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് തക്ക സമയത്ത് വഴിയും വാതിലും തുറന്നു കൊടുക്കണം. കുടുംബത്തിനകത്ത് കലഹം കാരണം സമാധാനമില്ലാതിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത്, ഈ ശബ്ദം കേൾക്കുന്ന ഭവനങ്ങൾക്കകത്ത് ഇപ്പോൾ സമാധാനം വ്യാപരിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ലാത്തവർ, ആമേൻ, ജോലി ചെയ്യാൻ കഴിയാത്ത അറ്റ്മോസ്ഫിയർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇത് മാറിപ്പോകട്ടെ. ജോലി സ്ഥലത്ത് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, ഇത് തന്നെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ ഇവർ കേൾക്കുന്ന ദേശത്ത് യേശുവിൻ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ. ആ ദേശത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് അവരിലൂടെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമേൻ. അനേക പുതിയ വേലക്കാർ എഴുന്നേൽക്കുന്നതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു
നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 തിങ്കളാഴ്ച രാത്രി 9:30 നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. ഇന്ന് പകൽ നിങ്ങൾ ഈ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ 2 കാര്യം ചെയ്യും. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെടുവാൻ, ഇതൊരു ഉണർവായി മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ സംസാരിക്കണം. അവരെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ഇൻവിറ്റേഷൻ കൊടുക്കണം. അവരോട് പറഞ്ഞാൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ പറയണം. 3-ാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ സമയത്തിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യുകയും മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചെറുതായാലും വലുതായാലും നന്മകളെ നിങ്ങൾ എഴുതി അറിയിച്ചാൽ, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പാക്കി അയച്ചാൽ, നമുക്കത് ഇന്ന് രാത്രിയിൽ അത് പറഞ്ഞ് ആ കാര്യങ്ങൾ കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ യെശയ്യാവിൻ്റെ പുസ്തകം 44-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയാം, ദാഹിച്ചിരിക്കുന്നിടത്തേക്ക് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അപ്പോൾ 44-3 തന്നെ പറയുന്നത്, യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയാം, ദാഹിച്ചിരിക്കുന്നിടത്തേക്ക് ഞാൻ വെള്ളവും വരണ്ട നിലത്തേക്ക് ഞാൻ നീരൊഴുക്കുകളും പകരും. അപ്പം ഈ ദാഹമെന്ന് പറയുന്നത് ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ടതായ ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ സേവിക്കുന്നത് അസാധാരണക്കാരനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ആരിലും ഉന്നതനായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. ഓർത്ത് നോക്കി, ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന ദൈവം, മന്ന പൊഴിച്ചു കൊടുത്ത ദൈവം, മാറായെ മധുരമാക്കി കൊടുത്ത ദൈവം, ജെരിഹോവിൻ്റെ മതിലുകളെ ഇടിച്ച ദൈവം. ആമേൻ, ആമേൻ. ഏലിശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിശായ്ക്കെതിരെ ശത്രുവിൻ്റെ സൈന്യം വന്നപ്പോൾ ഏലിശായുടെ ഭവനത്തിന് ചുറ്റും സ്വർഗീയ സൈന്യത്തെ നിർത്തിയ ദൈവം. ആമേൻ. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ കർമ്മേലിൽ തീയിറക്കുകയും മഴ നിർത്തിവെക്കുകയും ചെയ്ത ദൈവമാണ്. അപ്പം ഇത്ര വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്ന കാലത്ത് വെള്ളത്തിന്മേൽ നടക്കുകയും അപ്പത്തെ 5 അപ്പത്തെ 5000 പേർക്കും 15000 പേർക്കുമൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വെള്ളത്തെ വീഞ്ഞാക്കുകയൊക്കെ ചെയ്ത കർത്താവ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു, തബീത ഉയർത്തെഴുന്നേൽക്കുന്നു. സ്തോത്രം, സ്തോത്രം, ആമേൻ. അങ്ങനെ പല വിധത്തിലുള്ള അസാധാരണ വീര്യപ്രവൃത്തികളാണ് നമ്മൾ വേദോസ്തം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ദൈവസഭയ്ക്ക് എന്തു വേണമെന്നറിയാമോ? ദാഹം വേണം. ഇങ്ങനെ വല്ലതുമൊക്കെ കാണണം, ഇങ്ങനെ വല്ലതുമൊക്കെ ചെയ്യണം. ദൈവത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനും കാണുവാനും ഗ്രഹിക്കുവാനുമുള്ള വലിയ ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് സംതൃപ്തരായി നിൽക്കുക, അല്ലെങ്കിൽ ചെറിയ സൗഖ്യം കൊണ്ടും ചെറിയ കാര്യങ്ങൾ, ചെറിയ റെവലേഷനുകൾ കൊണ്ടും ചെറിയ ചെറിയ ദൈവപ്രവൃത്തികൾ കണ്ട് നമ്മൾ സംതൃപ്തരായി നിൽക്കുക. അവരിലല്ല ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആഴമായ പ്രവൃത്തികൾ കാണുവാൻ, വലിയ പ്രവൃത്തികൾ കാണുവാൻ, ആഴങ്ങൾ അറിയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, ദൈവശക്തിയുടെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് ദാഹമുണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ കാണുവാൻ കഴിയും. നമ്മളെല്ലാം തൃപ്തരായി പോയി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികമായ കഴിവുകളും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദാഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങൾക്ക് ദൈവപ്രവൃത്തി കാണാനൊരു ദാഹമുണ്ടോ? ദൈവശക്തി അനുഭവിക്കുവാനൊരു ദാഹമുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഒരാഴമുണ്ടോ? അസാധാരണ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങൾക്കൊരു ദാഹമുണ്ടോ? അങ്ങനെങ്കിൽ ആ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയും. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ കാലത്തും ജോൺ ജി ലേക്കിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ അസാധാരണ വീര്യപ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടന്നു. പ്രിയപ്പെട്ടവർ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ യേശു ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനുശേഷം അപ്പോസ്തലന്മാരുടെ ശേഷം ജോൺ ജി ലേക്കിൻ്റെ കാലഘട്ടത്തിൽ, സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ കാലഘട്ടത്തിൽ, അങ്ങനെ ഒത്തിരി പേരുകൾ നമുക്ക് പറയാൻ പറ്റും. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അസാധാരണമായ പ്രവൃത്തികൾ അവർ കണ്ടവരാണ്. മരിച്ചവർ ഉയർക്കുന്ന അവർ കണ്ടു. അസാധാരണ രോഗസൗഖ്യങ്ങൾ കണ്ടു. വലിയ മുഴകൾ അപ്രത്യക്ഷമാകുന്നത് കണ്ടു. അങ്ങനെ വലിയ വീര്യപ്രവൃത്തികൾ കണ്ടു. ദൈവത്തിൻ്റെ ആഴങ്ങൾ അവർ കണ്ടവരാ. നമുക്കും ആഗ്രഹിക്കാം ഈ തലമുറ ദൈവത്തിൻ്റെ ആഴങ്ങൾ കാണുവാൻ നമുക്കൊരു ദാഹമുണ്ടാകട്ടെ. ദാഹമുണ്ടോ? അവിടെ പറയുക, ദൈവത്തിൻ്റെ പകർച്ചയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിലോ ഇപ്പം കാണുന്ന വളർച്ചയിലോ ഇപ്പം ലഭിച്ചിരിക്കുന്ന ചെറിയ റെവലേഷനുകളിലോ തൃപ്തരാകാതെ ദൈവത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ നമുക്ക് ആഴമായ ദാഹമുണ്ടാകുന്നുവെങ്കിൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാൾ യേശു എന്ന് പറഞ്ഞത്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് പറഞ്ഞു. അതായത് ദാഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരുടെ മേലും
ഒരു സ്പെഷ്യൽ ദാഹമുണ്ടാകട്ടെ. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, ദൈവപ്രവൃത്തിയെ കാണുവാൻ, ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ, അറിയുവാൻ ഒരു ദാഹം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. ആമേൻ. ദൈവത്തിൻ്റെ അസാധാരണ ഫേവർ അനുഭവിക്കുവാൻ നമുക്കൊരു ദാഹം ഉണ്ടാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ഫേവറിൻ്റെ മാസത്തിൽ ദാഹിക്കുക, ദൈവത്തിൻ്റെ ഫേവർ അനുഭവിപ്പാൻ. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രീതി ഈ മാസങ്ങളിൽ അനുഭവിക്കുവാൻ ഇടവരട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.